വയനാട്ടിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട്ടിലേക്ക് വയനാട് MP പ്രിയങ്ക ഗാന്ധി എത്തുകയാണ്. വിജയകുമാർ പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ രാധയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. പ്രിയങ്ക ഗാന്ധി രാധയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഒപ്പം കോൺഗ്രസ് നേതാക്കളുമുണ്ട്. ഇന്ന് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും നേരെ വയനാട്ടിലേക്ക് വരുന്ന വഴി മാനന്തവാടിയിൽ വെച്ച് CPM-ന്റെ പ്രതിഷേധമുണ്ടായിരുന്നു. എന്തായാലും ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു ഇടപെടലുണ്ടായിരുന്നു. പക്ഷേ നേരിട്ടെത്താത്തതിൽ വലിയ രീതിയിലുള്ള വിമർശനവും ഉണ്ടായിരുന്നു. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ CCF-മായി പ്രിയങ്ക ഗാന്ധി ഫോണിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനു മുൻപായിട്ട് ഇന്നാണ് അവിടേക്ക് പ്രിയങ്ക ഗാന്ധി എത്തുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഒരു ആശ്വാസം അതാ കടുവ ചത്തതിൽ പിന്നെയാണ് പഞ്ചാരപ്പള്ളിക്കാർക്കുണ്ടായത്. വയനാട്ടിൽ പലയിടങ്ങളിലായി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങൾ, ആ ഒരു ഭീതിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇതുവരെയും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകാത്തതിൽ ജനങ്ങൾ ഓരോരുത്തരും ഭീതിയിൽ തന്നെയാണ്. ഈ ഒരു പ്രതിഷേധം ഉറപ്പായിട്ടും വയനാട് MP-യോട് നേരിട്ടോ അല്ലാതെയോ ജനങ്ങൾ ബോധ്യപ്പെടുത്താനുള്ളൊരു സാധ്യതയുമുണ്ട്. മാത്രമല്ല, ഇന്ന് നടക്കുന്ന മലയോര സംരക്ഷണ ജാഥയിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുകയും ചെയ്യും. ഒപ്പം NM വിജയന്റെ കുടുംബത്തെ സന്ദർശിക്കുകയും ചെയ്യും. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആദ്യം എത്തിയിരിക്കുന്നത് രാധയുടെ വീട്ടിലേക്കാണ്. കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ കുടുംബാംഗങ്ങളുമായി സംസാരിക്കും. മറ്റ് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുണ്ട്. സാരംഗ് അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാരംഗ്, പറയൂ. പൂജ, പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. രാധയുടെ അല്പസമയം കൂടിക്കാഴ്ച നടത്തുമെന്ന് നമ്മൾക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ പ്രിയങ്ക വീടിനകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. പ്രിയങ്കയോടൊപ്പം തന്നെ ACC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ അടക്കമുള്ള പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെയുണ്ട്. അവരോടൊപ്പം തന്നെ വയനാട്ടിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെയുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭേദഗതി നിയമവുമായി ഒക്കെ ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രിയങ്ക വയനാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. രാധയുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനായി എത്തിയിരിക്കുന്നത്. ഇതിനിടെ തന്നെ മാനന്തവാടി കണിയാരത്ത് വെച്ച് പ്രിയങ്കയുടെ വാഹന വ്യൂഹത്തിന് നേരെ CPM പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയിരുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ MP ഇങ്ങോട്ടേക്ക് എത്തുന്നുള്ളൂ എന്നതാണ് CPM പ്രവർത്തകരുടെ വാദം. പിന്നീട് ആ പ്രതിഷേധം നടന്ന സ്ഥലത്ത് നിന്ന് അല്പം ദൂരം മാത്രമേ ഉള്ളൂ രാധയുടെ വീട്ടിലേക്ക്. പിന്നീട് ഇവിടെ എത്തി ഇപ്പോൾ കുടുംബാംഗങ്ങളുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പരാതികളോ അല്ലെങ്കിൽ ആദ്യം കൊടുത്ത ഉറപ്പുകളിൽ ഏതെങ്കിലും ചിലത് ലംഘിക്കപ്പെട്ടോ എന്നുള്ള കാര്യങ്ങളടക്കം പരിശോധിക്കാൻ പ്രതിപക്ഷം തയ്യാറാവും എന്ന് VD സതീശൻ നേരത്തെ സൂചിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഇപ്പോൾ പ്രിയങ്ക ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ അതുമായി സംബന്ധിച്ചൊക്കെ തന്നെ ചില പരാമർശങ്ങൾ പ്രിയങ്കയുടെ പ്രതികരണത്തിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, കേരളത്തിൽ പ്രത്യേകമായി UDF ഇപ്പോൾ ഇത്തരത്തിൽ മലയോര പ്രദേശങ്ങളിലെ വലിയ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ഒരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രിയങ്ക ഇവിടെ എത്തുന്നത്. രാധയുടെ വീട് സന്ദർശിച്ചതിന് ശേഷം പിന്നീട് സുൽത്താൻ ബത്തേരിയിലെ ജാഥയുടെ സ്വീകരണ കേന്ദ്രത്തിൽ കൂടി എത്തി അവിടെ കൂടിയുള്ള ജനങ്ങളെ കൂടി അഭിസംബോധന ചെയ്ത ശേഷമായിരിക്കും പ്രിയങ്ക പിന്നീട് മടങ്ങുക എന്നാണ് നമ്മൾക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പ്രദേശത്തെയൊക്കെ തന്നെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ സുരക്ഷയെ ഒരുക്കിയിട്ടുണ്ട്. കാരണം മുൻ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലൊരു പ്രതിഷേധം നടന്ന സ്ഥലം കൂടിയായിരുന്നു ഇത്. അപ്പോൾ മാത്രമല്ല, നേരത്തെ കണിയാരത്ത് നടന്ന ആ ഒരു പ്രതിഷേധം കൂടി കണക്കിലെടുത്ത് പോലീസും അതുപോലെ തന്നെ മറ്റ് സേനാ വിഭാഗങ്ങളുടെയൊക്കെ തന്നെ സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൂജ, കുടുംബാംഗങ്ങളുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. മറ്റ് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുണ്ട്. സാരംഗാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സാരംഗ്, നിശ്ചയിക്കപ്പെട്ട 2-3 പരിപാടികൾക്ക് ശേഷം തിരിച്ച് ഡൽഹിയിലേക്ക് പോകും എന്നാണ് അറിയുന്നത്. പക്ഷേ അത് മാത്രം പോരല്ലോ. കാരണം വയനാടിന്റെ MP ആണ്. ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ CCF-നെ ഫോണിൽ വിളിച്ച് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് MP എന്നുള്ള നിലയിൽ എന്തെല്ലാം തരത്തിലുള്ള ഇടപെടൽ ഇന്ന് ആ നാട്ടിൽ വെച്ചുണ്ടാകും, എന്തെല്ലാം ചർച്ചകൾ ഉണ്ടാകും എന്ന് ജനങ്ങൾ ഓരോരുത്തരും നോക്കുന്നുണ്ട്. ആ തരത്തിൽ ചർച്ചകളിലേക്ക് പോകുമോ? എന്തിടപെടൽ തങ്ങളുടെ MP ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തും എന്നുള്ള കാര്യം കൂടി ചർച്ചയാകുന്നുണ്ടല്ലോ. പൂജ, ഒരു വിഭാഗം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു വാദം വലിയ തോതിൽ ഉയർന്നു വരുന്നുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ പ്രിയങ്ക വയനാട് സന്ദർശിക്കുന്നുള്ളൂ, പ്രശ്നപരിഹാരത്തിനായി നേരിട്ട് രംഗത്തിറങ്ങുന്നില്ല എന്ന ഒരു അമർഷം ആരും മറച്ചു വെക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. CCF-ഉമായൊക്കെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഫോറസ്റ്റ് അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെയായി തന്നെ ഈ ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളുണ്ടായ സമയത്ത് പ്രിയങ്ക ഫോണിൽ വിളിച്ച് ആശയവിനിമയം നടത്തിയെങ്കിലും നേരിട്ട് ഇവിടെ എത്താൻ ഇത്രയും ദിവസം വൈകിയത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ഇപ്പോഴും ഉയരുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും നേരത്തെ തീരുമാനിച്ചതുപോലെ
പോലെ തന്നെ രാധയുടെ വീട് സന്ദർശിക്കും. അതിനുശേഷം UDFന്റെ മലയോര ജാഥയുടെ സ്വീകരണ വേദിയിൽ പങ്കെടുക്കും, ജനങ്ങളെ അഭിസംബോധന ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനിടെ തന്നെ കളക്ടറേറ്റിൽ ഉന്നതാധികാരികളുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2:30 ശേഷമായിരിക്കും ആ യോഗം ആരംഭിക്കുക. ആ യോഗത്തിൽ കൂടി സ്ഥലം MP എന്ന രീതിയിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുമെന്നാണ് നമ്മൾക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതല്ലാതെ മറ്റേ തരത്തിലുള്ള ചർച്ചകളോ മറ്റ് പരിപാടികളോ ഒന്നും തന്നെ നിലവിൽ ഇപ്പോൾ ആസൂത്രണം ചെയ്തിട്ടില്ല. പൂജ.